യേശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശിയില്ല. പ്രാണനേക്കാളരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാളരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭയപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭയപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളങ്കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. परमेश्वर का पवित्र नाम की महिमा हो। एक बार फिर प्रभु का पवित्र चरणों पर हमें बैठकर प्रभु की नाम की महिमा करने के लिए, प्रभु दिए अवसरों के लिए प्रभु को धन्यवाद। आप सभी भाई बहनों को मसीह की वंदना करता हूँ। ഇത് പാട്ട് പാടിയതുപോലെ തന്നെ ഹൃത്തിൽ എന്നെ വഹിച്ചതിനാൽ ഞാൻ മുള്ളിന്റെ കുരുക്കളിൽ വീഴുവാനിടയായില്ല. आमेन। जैसे हमें गीत गाया, जैसे अपने हृदयों पर मैंने अपने आप को थामा, इसलिए मैंने कोई कांटों के बीच में गिरने को अवसर नहीं मिला। ഞാൻ എൻ്റെ യേശുവിന്റെ കണ്ണിൽ തന്നെ നോക്കിയത് കൊണ്ട് എനിക്ക് തുമ്പമൊന്നും ഏശിയില്ല. मैं अपने मसीह की मुंह को, अपने मसीह की जो आंखों पर देखा, इसलिए मुझे कोई खेद का अनुभव नहीं हुआ। എനിക്ക് തുമ്പമില്ലാഞ്ഞിട്ടല്ല, मेरा जीवन में खेद का अवस्था नहीं, ऐसा नहीं है। എന്നാൽ എൻ്റെ ജീവിതത്തിന്റെ മേൽ അതിനെ പിടിച്ചു കുലുക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവ് എന്നെ പരിപാലിച്ചു. और लेकिन मेरे जीवन को में कुछ हानि ना होने के बाजे प्रभु ने मुझे संभाला। എൻ്റെ പ്രാണനേക്കാൾ യേശുവിന്റെ അരികിലുണ്ടതിനാൽ, मेरे प्राण से भी अधिकतम मसीह ने मेरे साथ में था, इसलिए എനിക്ക് ഭയപ്പെടുവാൻ ഒരു കാര്യവുമില്ല. मुझे कोई भयभीत होने का कोई जरूरत ही नहीं पड़ा। എനിക്ക് ഒത്തിരി സ്നേഹം തരുന്നത് കൊണ്ട്, मुझे बहुत से प्यार दिया जाता है, എനിക്ക് ഭാരപ്പെടുവാൻ നേരമില്ലെന്ന് പാട്ടുകാരൻ പാടുന്നു. में मुझे कोई खेदित होने का अवसर नहीं है करके गीत वाले गाता है। കണ്ണിന്റെ മണി പോലെ എന്നെ കരുതുന്ന ഒരു ദൈവം, आंखों की पुतली जैसे मुझे संभालने वाला एक परमेश्वर, കരത്തിൽ എന്നെ വഹിക്കുന്ന ഒരു ദൈവം, हाथों पर मुझे संभालने वाला एक परमेश्वर, തള്ളിക്കളയാതെ എന്നെ മാർവോട് ചേർക്കുന്ന ഒരു ദൈവം. इनकार ना करते हुए आमे छाती पर आमे संभालने वाला, रखवाल करने वाला एक ആ परमेश्वर। ദൈവത്തിന്റെ പേരാണ് സ്നേഹമാകുന്ന യേശു. वही परमेश्वर का नाम है प्रेमी परमेश्वर। കഴിഞ്ഞു പോയതാകുന്ന 3 മാസങ്ങളിൽ ഹല്ലേലൂയ ആ സ്നേഹമാകുന്ന ദൈവം നമ്മോട് കൂടെ ഇരുന്ന് 2022 बीत गए हुए 3 महीना इस 2022 का आमीन, एक एक दिन परमेश्वर का प्रेम हमारे साथ बनाए रहा। പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിക്കുന്നവരാണെങ്കിൽ ദൈവസന്നിധിയിൽ സന്തോഷത്തോടു കൂടെ ആയിരിക്കുക. जरूर हम परमेश्वर का प्रेम को अगर चक्कर देखता है तो उस खुशियों के साथ हम प्रभु का सन्निधियों पर बैठे। പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഒരുപാട് വേദനകളിൽ കൂടെ കടന്നുപോയെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. जैसे गीत वाले ने गाया, वैसा हमारे जीवन में बहुत कुछ खेद के अनुभव होता तो भी परमेश्वर का प्रेम अपने साथ में था। ആ ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് നമ്മെ തന്നെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കാം. वही परमेश्वर का चरणों पर आमीन अपने आप को अर्पित करे।
ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു 2 വേദഭാഗങ്ങൾ വായിക്കാം. आज की चिंता के लिए परमेश्वर का वचनों में से कुछ आमेन वचन हम लोग अध्ययन करेंगे. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിന്റെ 7 വാക്യവും 8 വാക്യവും. एशिया भविष्यवक्ताओं की पुस्तक उसका 54 अध्याय उसका 7 और 8 वचन हम लोग इस प्रकार पढ़ते हैं. അതിനുശേഷം യിരെമ്യാവ് 10ന്റെ 17 വാക്യവും. उसके बाद यिर्मयाह का 10 का 17वां वचन भी हम लोग पढ़ते हैं. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിന്റെ 7 വാക്യത്തിലും 8 വാക്യത്തിലും നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. क्षण भर के लिए मैंने तुझे छोड़ा दिया था, परंतु अब बड़ी दया करके मैं फिर तुझे रखूंगा. ക്രോധാധിക്യത്തിൽ ഞാൻ എന്റെ മുഖം നിനക്ക് മറച്ചുവെങ്കിലും നിത്യതയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. आमेन. बहुत बड़ी क्रोध के साथ मैंने तुझे आमेन छोड़ा तो भी आमेन बहुत बड़ी दया से मैंने तुम्हें आमेन मोल लेंगे. യിരെമ്യാവ് 10ന്റെ 17 ഇങ്ങനെ പറയുന്നു. हमें यिर्मयाह का 10 का 17 में इस प्रकार पढ़ता है. നിരോധത്തിൽ ഇരിക്കുന്നവളെ നിലത്ത് നിന്ന് നിന്റെ ഭാണ്ഡം എടുത്തുകൊള്ളുക. हे घेरे हुए नगर की रहने वाली अपनी गठरी भूमि पर से उठ. ഹല്ലേലൂയ. നാം ഇവിടെ വായിച്ചു കേട്ടതാകുന്ന 2 വേദഭാഗങ്ങളും यहाँ पर हमने जो पढ़ा हुआ दोनों वचनों ഇസ്രായേലിന്റെ വലിയ പ്രവാചകന്മാരാകുന്ന യെശയ്യാവ്, യിരെമ്യാവ് എന്നിവരിൽ കൂടെ യഹോവയാകുന്ന ദൈവം ഇസ്രായേലിനോട് അരുളിച്ചെയ്തതാകുന്ന വേദഭാഗങ്ങളാകുന്നു. इस्राएली जो बड़े भविष्यवक्ताओं के द्वारा इस्राएलियों को आमेन परमेश्वर ने बोला वो भविष्यवाणियां हैं. അവിടെ ഇങ്ങനെ പറയുന്നു, അല്പകാലത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. क्षण भर के लिए मैंने तुझे छोड़ दिया था, അല്പനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു. परंतु अब बड़ी आमेन अब क्षण भर के लिए मैंने तुझे छोड़ दिया था. ആ മറയ്ക്കപ്പെട്ടത് കൊണ്ട് നീ ഒരു നിരോധനത്തിലായിരുന്നു. आमेन. परंतु अब बड़ी दया करके उसके लिए मैंने बचा के रखा था. ആ ദൈവം മുഖം മറച്ചു കളയുന്ന ഒരു അനുഭവമാണ് നിരോധനം എന്ന് പറയുന്നത്. परमेश्वर अपने मुंह को हमें छिपाया जाता है, उसको कहते हैं यहाँ पर जो आमीन थोड़े देर के लिए जो छोड़ देता है. നമ്മൾ ഇന്ന് രാവിലെ സ്നേഹ ഒരു വാക്യം പറഞ്ഞു. സങ്കീർത്തനം 27ന്റെ 9 വാക്യം. प्रिय बेटी स्नेहा ने 27 भजन संगीता में से एक वचन बोली. ഡു നോട്ട് ഹൈഡ് യുവർ ഫേസ് ഫ്രം മീ എന്ന് പറഞ്ഞു. आमीन. प्रभु आप നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ എന്ന് प्रभु പറഞ്ഞു. आपकी मुंह मेरे सामने छिपाए ना जाए. നാം ദൈവത്തിന്റെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നോക്കുമ്പോൾ हम उत्पत्ति पुस्तक से लेकर प्रकाशित वाक्यों तक हम जब अध्ययन करते हुए समय യഹോവയാകുന്ന ദൈവം മുഖം മറച്ചു കളഞ്ഞതാകുന്ന പല അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ओ परमेश्वर अपने मुंह को छिपाया हुआ कई परिस्थितियां हम लोग देख सकते हैं. ആ ദൈവവചനത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കാത്തതാകുന്ന ജനത്തിന് ദൈവം എന്നേക്കും മുഖം മറച്ചു കളയുന്നുണ്ട്. परमेश्वर का वचन जब हम लोग सीखते हुए समय ये बात हम समझ सकते हैं, परमेश्वर को अनुसरण ना करने वालों के लिए प्रभु हमेशा के लिए अपने मुंह को हमें रोक देता है. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നതാകുന്ന തന്റെ ജനത്തോട് ദൈവം ഇടയ്ക്കിടയ്ക്ക് അല്പകാലത്തേക്ക് മുഖം മറച്ചു കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. और साथ साथ परमेश्वर को प्यार करने वालों के लिए भी प्रभु बीच बीच में अपने मुंह को रोक देता है. നാം ഇവിടെ വായിച്ചു കേട്ടതാകുന്ന വേദഭാഗങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ ജനത്തോട് ദൈവം ചെയ്യുന്നതാകുന്ന മുഖം മറയ്ക്കുന്നതാകുന്ന ചില കാര്യങ്ങളാകുന്നു. हम यशायाह की पुस्तक जो अध्याय उसका 7 और 8 वचनों में हम लोग ऐसे वचनों को पढ़ा है कि परमेश्वर को प्यार करने वालों के लिए प्रभु ने बीच बीच में अपने मुंह को रोक देता है. നമുക്കറിയാം യിരെമ്യാവ് ആരായിരുന്നുവെന്ന്. हम जानते हैं कि यिर्मयाह कौन था. तो ഇസ്രായേലിന്റെ ഒരു വലിയ പ്രവാചകനായിരുന്നു യിരെമ്യാവ്. इस्राएल का एक बहुत बड़ा भविष्यवक्ता था यिर्मयाह. യിരെമ്യാവിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ബാല്യത്തിൽ തന്നെ യഹോവയുടെ നുകമേറ്റുകൊള്ളുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാകുന്ന ഒരു വ്യക്തിയായിരുന്നു. यिर्मयाह का जो भालेपन की अवस्थाओं को हम देखा है तो परमेश्वर के लिए प्रभु का आमीन दास्तों की जुआ को उठाने के लिए बचपन से प्रभु ने बुलाया हुआ व्यक्ति है. തന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതാകുന്ന ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാവ്. यिर्मयाह के जीवन का शुरुआत से लेकर आखिरी तक परमेश्वर के लिए खड़ा हुआ एक व्यक्ति था यिर्मयाह. ദൈവം ഏത്
കാര്യം പറഞ്ഞാലും അത് കാണിച്ചു കൊടുക്കേണ്ടതാകുന്ന ഒരു വ്യക്തിയായിരുന്നു. परमेश्वर जो कुछ भी बात बोलेगा तो वो करने वाला एक व्यक्ति था जरमिया. ജസ്റ്റ് പ്രവചനം പറയുക മാത്രമല്ലായിരുന്നു, താൻ എങ്ങനെ ആയിരുന്നു, ആ വിഷയം എങ്ങനെ ആയിരുന്നു എന്നത് അവതരിപ്പിച്ച് കാണിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. केवल भविष्यवाणी बोलने वाला नहीं है, परंतु जो बात है, जो घटना है, वो घटना करके अथवा वो दिखाने वाला एक व्यक्ति था जरमिया. യെശയ്യാവ്, യിരെമ്യാവ് പ്രവാചകന്മാരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ കൂടെയാണ് ദൈവത്തിന്റെ പ്രവചനം ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. यशायाह जरमिया जो भविष्यवक्ता लोग अपने जीवन के द्वारा परमेश्वर ने दिया हुआ भविष्यवाणी को दिखा दिया गया. യിരെമ്യാവ് ഒത്തിരി കാര്യങ്ങൾ തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് ചോദിപ്പാനിടയായി തീർന്നു. जरमिया ने बहुत कुछ बातें अपने जीवन के बारे में प्रभु से मांगने लगा. യിരെമ്യാവ് വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ കൂകി നിലവിളിച്ചാലും നീ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു എന്ന്. विलाप की पुस्तक में हम लोग इस प्रकार आमेन जरमिया ने कहता है कि मैं तो चिल्ला चिल्ला के दुहाई देता हूं तो भी वो मेरी प्रार्थना नहीं सुना. അപ്രകാരം യഹോവയാകുന്ന ദൈവത്തിൻ്റെതാകുന്ന കൽപ്പനകൾ കേട്ട് അനുസരിച്ചതാകുന്ന ഒരു വ്യക്തി, ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വ്യക്തി, इस प्रकार परमेश्वर से सुनकर प्रभु के लिए ही निरंतर खड़ा होने वाला एक व्यक्ति था जरमिया. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുമോ പ്രിയപ്പെട്ടവരെ? वैसा एक व्यक्ति का प्रार्थना क्या परमेश्वर कभी इनकार कर देता है? പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഞാൻ കൂകി നിലവിളിക്കുകയാണ് നിന്റെ സന്നിധിയിൽ. ओ भविष्यवक्ता इस प्रकार कहते हैं कि मैं तो चिल्ला चिल्ला के दुहाई देता हूँ, എങ്കിലും നീ എന്റെ പ്രാർത്ഥനയെ തടുത്തു കളയുന്നു, നിന്റെ മുഖം എനിക്ക് മറച്ചു तो വെച്ചിരിക്കുന്നു. भी वो मेरे प्रार्थना नहीं सुनता. വേറൊരു ഭാഗത്ത് യിരെമ്യാവ് ഇങ്ങനെ പറയുന്നു, हमें दूसरे एक भाग में जरमिया ने इस प्रकार कहते हैं. അതിന്റെ 15-18 യിരെമ്യാവ് ഇങ്ങനെ പറയുന്നു, हमें उसका 15 का 18 में इस प्रकार कहते हैं, നീ എനിക്ക് ചതിക്കുന്ന തോട് പോലെയാകുന്നുവെന്ന്. तू मुझे धोखा देने वाला एक नदी के समान है. വെള്ളം വറ്റിപ്പോകുന്നതാകുന്ന ഒരു ഉറവ പോലെയാകുന്നു. हमें जो पानी सुखाई जा रहा हुआ एक सोता के समान है. പ്രിയപ്പെട്ടവരെ, ചതിക്കുന്ന തോടെന്ന് പറഞ്ഞാൽ എന്താണ്? हमें धोखा देने वाला नदी बोले को उसका मतलब क्या होते हैं? രാവിലെ നാം സങ്കീർത്തനത്തിൽ വായിച്ചു 42-ന്റെ 1-ാം വാക്യം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. जैसे आज भजन संगीता भाई 40 में हम लोग इस प्रकार उसका प्रथम वचनों में पढ़ा है कि हिरणी जैसे जल के पास पीने के लिए जाते हैं, वैसा मेरे आत्मा आपकी हमें मूर्छित रहता है. നമുക്കറിയാവുന്ന കാര്യമാണ് അത്. വെള്ളം കുടിക്കുവാൻ ഓടുന്നതാകുന്ന ഒരു മാനിന്റെ അവസ്ഥ. आमेन. वो बात हमें जानते हैं कि पानी पीने के लिए प्यासा हुआ एक हिरणी के समान. ആ തോട്ടില് ആ പാറകളിലൊക്കെ സൂര്യന്റേതാകുന്ന പ്രകാശമടിച്ചിട്ട് ആ പാറകളൊക്കെ വെട്ടിത്തിളങ്ങുവാനിടയായി തീരുമ്പോൾ, आमेन. उस सूरज की रोशनी से जो नदी की जो पत्थर है वो चमकते हुए समय ഈ ഓടി ദൂരെ നിന്ന് ഈ ഓടി വെള്ളം കുടിക്കുവാൻ ചെല്ലുന്നതാകുന്ന ഈ മാൻ വിചാരിക്കും അവിടെ നിറച്ച് വെള്ളമാണ് കിടക്കുന്നത്. जो दौड़कर पानी पीने के लिए आते हुए जो हिरणी यही समझते हैं कि शायद जो रोशनी के द्वारा जो दिखाई दिया जा रहा हुआ पत्थर के जो निशाने से वो लगता है कि उनको वहां पर पानी पूरे भरे हैं. അത് ഓടി വെള്ളം കുടിക്കുവാൻ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ അവിടെ ശൂന്യമായി കിടക്കുന്ന ഒരു അനുഭവമാണ്. लेकिन वहां पर आए हुए हिरणी को आमेन वो वहां पर जो सूखा हुआ एक नदी का अनुभव दिखा दिया जा रहा है. അതേ അനുഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യിരെമ്യാവ് പറയുന്നത്, യഹോവേ നീ എനിക്ക് ചതിക്കുന്ന തോട് പോലെയായോ എന്ന്. ओ इस प्रकार की अनुभव को भाया हुआ जरमिया ने कहता है, क्या प्रभु अब उस प्रकार मुझे एक धोखा देने वाले एक सौदे के समान हो गया क्या? പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ഭക്തനെ ചതിക്കുന്നവനാണോ? क्या परमेश्वर अपने भक्तों को धोखा देता है कभी? ദൈവം തന്റെ ഭക്തനോട് കരുണ കാണിക്കാതിരിക്കുമോ? क्या परमेश्वर अपने भक्तों से क्या अपने बड़ी दया दिखा ना दिया जाए? ഹല്ലേലൂയ. പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും അല്പമായിട്ട് ദൈവം തമ്പുരാൻ ഇങ്ങനെ ചില പ്രാർത്ഥനയ്ക്ക് അടച്ചുകളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. कभी ना कभी अपने जीवन में भी कई प्रार्थना की जवाब प्रभु कभी ना देता हुआ अनुभव है. എന്നാൽ യഹോവ പറയുന്നു, നിത്യതയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്ന്. लेकिन यहाँ पर परमेश्वर कहता है कि मैं बहुत बड़ी दया से मैंने मोल लिया जाता है. അല്പകാലത്തേക്ക് മാത്രം ദൈവത്തിൻ്റെതാകുന്ന ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തിന്റെ മേൽ ഇങ്ങനെ വെളിപ്പെടുമ്പോൾ, केवल थोड़ा ही समय के लिए
अपने परमेश्वर की कार्य को अपने जीवन पर आमीन इस प्रकार प्रकट किया जाता है। പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഒരിക്കലും ഹല്ലേലൂയ അത് ദൈവത്തിന്റേതാകുന്ന ക്രോധമല്ല. आमीन। प्रिय भाई बहनों, इन बातों को हम समझना जरूरी है। बिल्कुल परमेश्वर का क्रोध नहीं, അത് बल्कि ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യത്തെ വെളിപ്പെടുത്തുവാനുള്ളതാകുന്ന ചില അനുഭവങ്ങളാണ്. परमेश्वर की प्रेम की महिमा को बढ़ाने का एक एक फल है वो। ആ ഇയ്യോബ് ഇങ്ങനെ പറയുന്നു, अय्यूब ने इस प्रकार कहते हैं, ദൈവമേ, നീ എനിക്കൊരു അവധി നിശ്ചയിച്ച് എന്നെ ഒന്ന് ഓർത്തുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന്. कि परमेश्वर तूने यदि अपने एक दिन निकाल कर मुझे यदि याद करेगा तो अच्छा था। ഇയ്യോബിനെ പോലെ കഷ്ടം അനുഭവിച്ചതാകുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. ओ अय्यूब के समान ताड़ना उठाया हुआ कोई व्यक्ति संसार में आमीन नहीं था। യഹോവ ഭക്തനായിരുന്ന ഇയ്യോബ് ദൈവത്തോട് ഇങ്ങനെ പറയുന്നു, യഹോവേ, ഞാൻ എത്ര കാലം നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. ओ अय्यूब काफी परमेश्वर का भक्त था, लेकिन उन्होंने इस प्रकार बता रहा है कि प्रभु जी मैं कब तक आपसे प्रार्थना करना अवश्य है। ഞാൻ എത്ര കാലം നിന്റെ മുമ്പിൽ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നീ എന്നോടൊന്ന് പറഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. प्रभु मैं कब तक आपके सामने बैठकर प्रार्थना करना होगा करके आप मुझे थोड़ा बता दीजिए। ദൈവം ഒരിക്കലും അതിനൊരു മറുപടി കൊടുത്തില്ല. परमेश्वर कभी भी उन बातों की जवाब नहीं दी। പിന്നെയും ദൈവം ചില നാളുകൾ തനിക്ക് വേണ്ടി ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. परमेश्वर आगे भी उस प्रकार की अवस्थाओं में बिदने के लिए उनको आमीन रास्ता ആ खोल दिया। സമയത്തും ഇയ്യോബ് ഇങ്ങനെ ചിന്തിച്ചു, ഹല്ലേലൂയ, ഞാൻ നശിച്ചു പോകേ ഉള്ളല്ലോ എന്ന് ചിന്തിച്ചു. तो भी आमीन अय्यूब ने इस प्रकार सोचा, क्या मैं नाश ही हो जाएंगे। എന്നാൽ ദൈവത്തിന്റെ വെളിപ്പാട് ആ സമയത്ത് ലഭിച്ചതാകുന്ന ഇയ്യോബ് ഇങ്ങനെ പറയുന്നു, लेकिन परमेश्वर का दर्शन पाए हुआ अय्यूब इस प्रकार कहते हैं, ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ അവനെ കാണുമെന്ന്. मैं अपने आंखों से ही परमेश्वर को देखूंगा। പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലെ ചില ഭക്തന്മാരെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എടുത്തു വെച്ചതെന്ന് അറിയാമോ? क्यों प्रिय भाई बहनों, आज पुराने नियमों से कोई आमें खरे लोगों को मैंने आपके सामने रखा है। ദൈവസന്നിധിയില് ഹല്ലേലൂയ നമ്മുടേതാകുന്ന വിഷയങ്ങൾക്ക് പലപ്പോഴും മറുപടി ഇല്ലാതിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം ഉദാസീനതയോടുകൂടെ ആയിരിക്കരുത്. कई प्रकार की परमेश्वर से हमारे प्रार्थना की जवाब न आते हुए समय हमें उदास नहीं बैठना। ദൈവത്തിന്റെ വചനത്തിൽ മോശ മുഖാന്തരമായിട്ട് ഇസ്രായേലിന് കൽപ്പനകളെ കൊടുത്തപ്പോൾ യഹോവയാകുന്ന ദൈവം ഒരു കാര്യം ഇങ്ങനെ അവരോട് അരുളി मूसा ചെയ്തു. के द्वारा परमेश्वर इस्राएलियों को जब कल्पना दिए वो तभी परमेश्वर और इस प्रकार बोलने लगा। ആ ഒരു വ്യക്തി എന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുമ്പോൾ, मेरे एक व्यक्ति मेरे सामने बैठे हुए समय നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണെങ്കിൽ यदि आप मेरे सामने बैठता है तो നിങ്ങളുടെ സകല സന്തോഷങ്ങളെ കാട്ടിലും അധികമായിട്ട് ദൈവസന്നിധിയെ സന്തോഷമെന്ന് വിചാരിക്കണമെന്ന്. आमीन। आपके सारे खुशियों से बढ़कर परमेश्वर का सन्निधियों पर जब आप बैठते हुए समय वो सबसे उत्तम है करके आप मानना जरूरी നാം है। രാവിലെ കേട്ടതുപോലെ നമുക്ക് ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടായിരിക്കുമെങ്കിലും जैसे हमें आज सुबह सुना है वैसा हमारे जीवन में नाना प्रकार की खेद का अनुभव होगा तो भी എങ്കിലും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം ഹല്ലേലൂയ സന്തോഷത്തോടുകൂടെ ആയിരിക്കണം. परमेश्वर का सन्निधियों पर जब हम बैठते हुए समय काफी आनंद के साथ बैठना നിങ്ങൾക്ക് अनिवार्य है। സന്തോഷം ഒരു പക്ഷെങ്കിൽ ലഭിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് രാവിലെ സമയം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കണം. आमीन। यदि आपको आमीन अपने आप खुशी महसूस नहीं हो रहा है तो परमेश्वर से मांग कर बैठना है, खुशियों को मांग कर बैठना है। സന്തോഷിക്കുവാൻ യാതൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിലും ദൈവം അടുത്തുള്ളത് കൊണ്ട് നമുക്ക് ഭാരപ്പെടുവാൻ കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, खुशी के लिए अपने जीवन में कुछ भी नहीं है तो भी परमेश्वर यदि अपने साथ है तो हमारे जीवन में खुशी का നിങ്ങളുടെ अनुभव। ജീവിതത്തിലെ സകല സന്തോഷത്തെക്കാളും ദൈവസന്നിധിയിൽ ഉന്മേഷത്തോടുകൂടെ ആയിരിക്കണമെന്ന് കൽപ്പന കൊടുത്തപ്പോൾ മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് അരുളി ചെയ്തു. हमारे जीवन के सारे हमें खुशियों से बढ़कर परमेश्वर की कल्पनाओं में हमें खुशी के साथ प्रभु में बने रहने के लिए उनको आमीन आदेश दिया गया। അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടുകൂടെ ആയിരിക്കാം. वैसा है तो हम जरूर प्रभु का सन्निधि में खुशियां के साथ बैठे। നാം ഇതുവരെയും പഴയ നിയമ ഹല്ലേലൂയ ഭക്തന്മാരെ കുറിച്ച് ചിന്തിപ്പാനിടയായി തീർന്നല്ലോ. अब तक हम पुराने भक्तों के बारे में हमने अध्ययन किया। നാം ഇങ്ങനെ ചിന്തിക്കരുത്, അത് പഴയ നിയമ കാര്യമായിരുന്നുവല്ലോ എന്ന്. हम ये ऐसा मत सोचे है कि वो सब पुरानी बातें हैं। എന്നാൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില കാര്യങ്ങൾ ചില പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയും. नया नियमों में भी हम कुछ कुछ बातें हम लोग इन विषय के बारे में देख सकते हैं। ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ളതാകുന്ന വേദഭാഗങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ लूका के सुसमाचार
सुसमाचार 24 अध्याय उसका 13वां वचनों पर हम लोग इस प्रकार पढ़ते हैं। 24:13 ഇങ്ങനെ വായിക്കുന്നു. देखो आमेन, उसका 24 का 13वां वचन और 14 वचनों में हम लोग इस प्रकार पढ़ते हैं। അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മുവസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും देखो उसी दिन उनमें से 2 जन एम्माउस नाम एक गांव को जा रहे थे। 14 വാക്യത്തിൽ കാണുന്നു, ഈ സംഭവിച്ചതിനെ കുറിച്ച് തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. हमें जो कुछ घटना हुआ उन विषय के बारे में उन्होंने आपस में बातचीत करते रहते थे। നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ ഏത് സംഭവമാണ് പറയുന്നതെന്ന്. हमें जानते हैं लूका की सुसमाचार 24वां अध्याय कौन सी घटना के बारे में बता रहा। നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന്റെ അടക്കത്തിന് ശേഷമായിട്ട് प्रभु यीशु मसीह का मृत्यु के दफने के बाद ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം രാവിലെ സമയം സഹോദരിമാര് ആ കല്ലറയുടെ അടുക്കലേക്ക് കടന്നു പോകുന്നു. पुनरुत्थान का दिन सुबह आमेन इस बहने आमेन उस कब्रों के सामने जा रहा है। അപ്പോൾ ആ കല്ലറ ശൂന്യമായി കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. तभी उन्होंने उस कब्र शून्य होकर देखा। ആ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമായിട്ട് അവർ ഓടി വന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ ഇരുന്ന് സംസാരിക്കുന്നു. उसके बाद उन लोग आमेन दौड़कर आई और चेलों के साथ बैठकर बातें करने लगा। അവർക്ക് കല്ലറയിൽ ചെന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, യേശുവിന്റെ ജഡമെങ്കിലും ഒന്ന് കാണുവാൻ കഴിയുമെന്ന്. उनको एक प्रतीक्षा था कि जब कब्र में जाएगा तो कम से कम यीशु मसीह की लाश तो देखने को मिलेंगी। എന്നാൽ അതും അവർക്ക് കാണുവാൻ കഴിയാതെ വന്നപ്പോൾ അവർ ആകപ്പാടെ തകർന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. लेकिन केवल प्रभु यीशु मसीह का लाश भी वहीं पर उनको देख नहीं पाया हो, तभी उन्होंने काफी उदास ആ निराश हुआ। ശിഷ്യന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന ഈ വിഷയങ്ങളെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ये सारे चेले लोग आपस में बैठकर इन बातों के बारे में चर्चा करते रहे। ആ സമയത്ത് അവിടെ നിന്ന് 2 പേര് എഴുന്നേറ്റ് യെരൂശലേമിൽ നിന്ന് എമ്മുവസ് എന്ന് പറയുന്നതാകുന്ന ഗ്രാമത്തിലേക്ക് മടങ്ങി उनमें പോവുകയാണ്. से कोई 2 जन उठकर एम्माउस गांव पर चला गया। അവിടെ ഒരാളുടെ പേര് പറയുന്നുണ്ട്, ക്ലെയോപ്പാവ് എന്ന് പറയുന്നു. उनमें से एक का नाम यहाँ पर इस प्रकार कहते हैं कि क्लेयोपा। ക്ലെയോപ്പാവ് എന്ന് പറയുന്ന ആരാണെന്ന് നമുക്ക് അറിയത്തില്ല, എങ്കിലും ചരിത്രം പറയുന്നത് वे आदमी कौन है करके हम वहीं पर नहीं स्पष्ट नहीं है, तो भी इस प्रकार इतिहास कहते हैं യേശുവിന്റെ അമ്മ മറിയയുടെ സഹോദരിയുടെ ഭർത്താവാകുന്നു എന്നാണ് പറയുന്നത്. आमेन ओ यीशु की माँ मरिया के बहन की पति है करके आमें कुछ कहावत कहते हैं। ഈ സഹോദരങ്ങള് 2 പേരും കൂടെ മടങ്ങി അവരുടെ നാട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ ये കഴിയും. दोनों भाइयां मिलकर अपने गांव पर लौट जाते हैं। അവിടെ എഴുതിയിരിക്കുന്നു, അന്ന് തന്നെ അവര് മടങ്ങിപ്പോയി. आमेन उसी दिन उन्होंने लौट जाते हैं। അവര് പോകുന്നത് എവിടെ നിന്നാണ്? उन्होंने कहां से कहां जा रहा है? യെരൂശലേമിൽ നിന്ന് എമ്മുവസിലേക്കാണ് പോകുന്നത്. यरूशलेम से एम्माउस गांव पर चल जा रहा है। യെരൂശലേം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഭവനം എന്നാണ്. यरूशलेम का अर्थ यह होता है कि वो शांति का भवन। അവർ അതുവരെ ആയിരുന്നത് സമാധാനത്തിന്റേതാകുന്ന ഒരു तब ഭവനത്തിലായിരുന്നു. तक वे लोग थे कि वो शांति का भवन में, എന്നാൽ ഇപ്പോൾ അവർക്ക് അവിടെ ആ ഒരു സമാധാനം അനുഭവിപ്പാൻ കഴിയുന്നില്ല. पर अब वहीं पर उनको वहां पर कोई शांति समाधान का अनुभव नहीं है। കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആശ മുഴുവനും പോയി ഒരു അവസ്ഥയായിരുന്നു. क्योंकि उनकी सारे आशा आमेन खो गया, निकल गया। അവര് ജീവിതത്തില് പൂർണ്ണമായിട്ട് ആശ വെച്ചതാകുന്ന യേശു ഇപ്പോൾ അവരുടെ മുമ്പിലില്ല. आमेन उन्होंने पूरा आशा मसीह पर रखा था, लेकिन अब जो है मसीह का उपस्थिति वहां पर नहीं है। പ്രിയപ്പെട്ടവരെ, ആശ നഷ്ടപ്പെട്ട അനുഭവത്തിൽ ദൈവസന്നിധിയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടതാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, यारे यदि आशाहीन होकर यदि आप प्रभु के सन्निधियों में बैठा है तो इन बातों को अब याद करने के लिए कोशिश कीजिएगा। നാം ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ നാം ആയിരിക്കുക. അവിടെ നിന്ന് നമുക്കൊരു മടങ്ങിപ്പോക്ക് ആവശ്യമില്ല. आमीन। जहां आप आशाहीन होकर भी हो वहीं पर अब रहिए, ताकि आप वहीं से लौटने का कोई जरूरत नहीं है। യേശു കർത്താവ് നിങ്ങളെ സമാധാനത്തിന്റെ ഭവനത്തിലാക്കി വെച്ചുവെങ്കിൽ യേശു അവിടേക്ക് മടങ്ങി വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. पर आप ये विश्वास कीजिए है कि यदि आप यीशु ने आपको शांति का भवन में रखा है, ठहराया है, तो वहीं पर यीशु लौट कर आएंगे। അല്പകാലത്തേക്ക് ഹല്ലേലൂയ ചില അസമാധാനങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, थोड़े समय के लिए थोड़े मुसीबत जीवन में आए तो भी യേശു കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. यीशु अपने जीवन में लौट आएगा। ഇവിടെ ശിഷ്യന്മാർ അവിടെ ഇരിപ്പാൻ മനസ്സില്ലാതെ വണ്ണം എമ്മുവസിലേക്ക് യാത്ര ചെയ്യുന്നു. यहाँ पर चेले लोग वहां पर बैठने के लिए उन लोगों को बिल्कुल मन नहीं था, इसलिए उन्होंने आमेन वापस लौट आ रहा है.
എമ്മുവസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. एमोस का अर्थ क्या होता है? അതിനെ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയും, അതായത് ചൂടുള്ള ഉറവ അല്ലെങ്കിൽ ഡാർക്ക് പ്ലേസ് എന്നൊക്കെ പറയും. आमीन, वो अंधेरे का जगह है करके वो कहलाया जाता है. ഈ ഇരുട്ടിന്റെ അനുഭവത്തിലേക്കാണ് സമാധാനത്തിൽ നിന്ന് ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നത്. इस आमीन शांति का भवनों में से उस अंधकार के अनुभव में उन्होंने चला गया था. അവര് പോകുന്ന വഴിക്ക് 14-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങള്, वहीं पर 14वां वचनों में इस प्रकार हम पढ़ते हैं, അവര് ഗ്രാമത്തിലേക്ക് പോകയിൽ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. जब उन्होंने एमोस में जा रहा तभी उन्होंने एक आपस में जो कुछ घटना हुआ उस विषय के बारे में आपस में चर्चा किया था. അവര് സംസാരിക്കുക മാത്രമല്ല, അവര് വാദിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. केवल बातें नहीं पर आमीन ये वाद विवाद भी आपस में करते थे. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ ഈ ശിഷ്യന്മാർ ആരായിരുന്നുവെന്ന്. मैंने आपको बताया था कि ये चेले लोग कौन था. അവര് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാകുന്ന യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ചവരായിരുന്നു. आमीन, वे लोग मसीह यीशु का पुनरुत्थान का आमीन पूरा आमीन आशा किए हुए लोग था. ആ യേശു മാത്രമാണ് അവസാനത്തെ ഞങ്ങളുടെ രക്ഷയെന്ന് വിശ്വസിച്ചവരായിരുന്നു. केवल यीशु ही हमारा अंतिम उद्धार करता है करके उन्होंने आशा किया था. എന്റെ പ്രശ്നത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉത്തരമെന്ന് പറയുന്നത് യേശുവാണെന്ന് വിശ്വസിച്ചവരായിരുന്നു. ओ मेरे समस्या के अंतिम जवाब यीशु है करके आशा किया हुआ व्यक्ति था. അത് മാത്രമല്ല, അവർക്ക് യേശുവിനെ പറ്റി നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു. सिर्फ उतने नहीं है कि यीशु के बारे में उनको अच्छे गवाही भी था. യേശു ചെയ്തതാകുന്ന അത്ഭുത പ്രവർത്തികളെ അവർ ജനത്തോട് സംസാരിച്ചവരായിരുന്നു. यीशु ने किए हुए हर एक चमत्कार के बारे में लोगों के सामने उन्होंने बांटा भी था. അവരുടെ പ്രശ്നത്തിന്റെ അവസാന വാക്കാകുന്ന യേശുവിൽ അവരെ പൂർണ്ണമായി വിശ്വസിച്ചു. ആ യേശുവിനെ അവർ അവസാനം വരെ അനുഗമിച്ചവരായിരുന്നു. आमीन, यीशु ये वे लोग यीशु को अंतिम समय तक वो विश्वास करते हुए उनका पीछे हो लिया हुआ लोग था. ये लोग ഈ അവസ്ഥകൾക്ക് മുഴുവനുമാണ് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ये सारे अवस्था अब थोड़ी देर पर आमीन वो बदल चुके हैं. ഈ വിഷയങ്ങളെ പറ്റിയാണ് അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടുപോയത്. इस विषय के बारे में उन्होंने आपस में वाद विवाद भी करता है और चर्चा भी करता है. പിന്നെ അവർ ഇങ്ങനെ ചിന്തിച്ചു, യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് അവസാന നിമിഷത്തിലെങ്കിലും आमीन, फिर उन्होंने इस प्रकार ये सोचा कि यीशु के क्रूस की अंतिम क्षणों पर कम से कम യേശു കർത്താവ് എല്ലാവരെയും വിടുവിച്ചവനാണ്. അവൻ അവസാന നിമിഷത്തിലെങ്കിലും ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് അവർ വിശ്വസിച്ചു. यीशु ने सारे लोगों को बचाया है, लेकिन आमीन अंतिम अवसर आमीन यीशु ने कम से कम क्रूस से उतर कर आएगा करके उन्होंने सोचा. എന്നാൽ അവിടെയും അവരുടെ പ്രതീക്ഷ അസ്തമിച്ചിട്ടാണ് യേശുവിനെ കല്ലറയിൽ വെച്ചത്. लेकिन वहीं पर भी उनके सारे भरोसा आमीन डूब गए. उसके बाद मसीह को उन्होंने खबर किया गया था. ഹല്ലേലൂയ. ഈ അവസ്ഥകളൊക്കെ ഓർത്തിട്ട് അവർക്ക് ആശയില്ലാതെ വണ്ണം അവർ തർക്കിച്ചും വാദിച്ചും കൊണ്ട് വഴിയാത്രയിൽ നടന്നു പോവുകയാണ്. ये सारे बात उन्होंने आपस में याद करते हुए उन्होंने आमीन उनके एम्माउस के रास्ताओं में आपस में वाद विवाद करते हुए चर्चा करते हुए उन लोग आगे बढ़ रहा. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതാകുന്ന ചില വിഷയങ്ങളെ ഓർത്ത് ഭവനത്തിൽ അന്യോന്യം തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നുണ്ടോ? अपने जीवन में हुआ कोई घटना के बारे में यदि घर पर आपस में आपने यदि वाद विवाद या चर्चा करते हुए एक अनुभव आपका जीवन में है तो ആദവും ഹവ്വയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞതുപോലെ നമ്മുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ നാം കുറ്റം പറയുന്നവരാണോ? आदम और हव्वा ने एक आपस में आरोप किया, वैसा हम आपस में आरोप करते हो. നീ മുഖാന്തരമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. तुम्हारे वजह से ये सब कुछ ऐसे आमीन हुआ है करके किसी के ऊपर अगर अपने आरोप डालते हो, കുഞ്ഞുങ്ങളുടെ മുഖാന്തരമാണ് ഇങ്ങനെ സംഭവിച്ചത്. आपके बच्चों के वजह से इस प्रकार हुआ है बोलकर आपने कोई किसी के ऊपर आरोप डालते हो. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളതാകുന്ന സംസാരങ്ങളും വാദങ്ങളും നമ്മുടെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ, इस प्रकार के वाद विवाद चर्चा यदि अपने घर पर होता हो तो ഇന്ന് പകൽവേളയിൽ നാം മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, आप आज का दिन ये बातों को याद करना प्रियो. ഹല്ലേലൂയ. അല്പകാലത്തേക്ക് ദൈവം പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ വിഷയങ്ങൾക്ക് മുഖം മറച്ചു കളയുമ്പോൾ ദൈവസന്നിധിയിൽ നാം അന്യോന്യം കുറ്റം ആരോപിക്കുന്നവരായിരിക്കരുത്. हमें थोड़े देर के लिए परमेश्वर अपने मुंह को छिपाया जाता है, तब हम एक दूसरे के ऊपर आरोप नहीं लगाना. ദൈവം ഒരു ഭക്തനെ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെതാകുന്ന പ്രവൃത്തി നമ്മുടെ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടേണ്ടത് ആവശ്യമാകുന്നു. परमेश्वर एक भक्त को बुलाकर अलग किया है तो जरूर परमेश्वर की कार्य
अपने परिवारों पर, अपने घर पर प्रकटित होना जरूरी है. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ളതാകുന്ന ചില വിഷയങ്ങൾ സംഭവിക്കേണ്ടത് ആവശ്യമാണ്. हमें परमेश्वर का अनुग्रह अपने जीवन में संपन्न होने के लिए हमारे जीवन में कुछ घटना भी होना अनिवार्य है. ഇവിടെ ഇവരിങ്ങനെ സംസാരിച്ചും വാദിച്ചും തർക്കിച്ചും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് यहाँ पर जो भाई लोग आपस में वाद विवाद करते हुए जा रहा हुआ समय 15-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ 15 കഴിയുന്നു. वचनों में हम इस प्रकार देखते हैं. യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. यीशु भी उनके साथ पास जाकर उनके साथ चलने शुरू किया. അതിന്റെ 16-ാമത്തെ വാക്യം അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. उनको जाने बिना उनके आंखों को मसीह ने विरोध किया था, रोक दिया था. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ ശിഷ്യന്മാർ ഒത്തിരി പേര് യെരൂശലേമിൽ കൂടിയിരിപ്പുണ്ട്. मैंने आपको बताया मसीह की अनेक चेले लोग यरूशलेम में जमे हुए हैं. എന്നാൽ യേശു കർത്താവ് അവരുടെ ഇടയിലേക്കല്ല ആദ്യമേ കടന്നുപോയത്. पर यीशु ने उनके बीच में नहीं गया. യേശു പിന്നെ ആരുടെ അടുക്കലേക്കാണ് വന്നത്? फिर किसके पास यीशु ने चला गया? സമാധാനത്തിൽ നിന്ന് നിരാശയുടേതാകുന്ന ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് വഴി നടന്നു പോകുന്നതാകുന്ന തന്റെ ശിഷ്യന്മാരെ കണ്ടിട്ട് യേശു കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നു. शांति का अनुभव से उदास का, निराश का, जो राह पर जो जाने वाला, जो दुखित खेदित लोगों को यीशु ने देखा. എന്നാൽ യേശു കർത്താവ് അവരോട് ചേർന്ന് നടക്കുമ്പോൾ തന്നെ ആ സമയത്ത് കർത്താവിനെ അവർ കാണുവാൻ കഴിയാതെ വണ്ണം അവരുടേതാകുന്ന കണ്ണിനെ കർത്താവ് നിരോധിച്ചിരുന്നു. आमीन. लेकिन उनके साथ चलते हैं, लेकिन यीशु को देखने बिना मसीह ने उनकी आंखों को रोक दिया था. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മോട് ചേർന്ന് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, प्रिय भाइयों बहनों, मसीह अपने प्रतिसंधियों के साथ हमारे साथ चलता है. യേശു കർത്താവ് നമ്മോട് ചേർന്ന് നടക്കുന്നുണ്ട്. എല്ലാം കാണുന്നുണ്ട്, പറയുന്നത് കേൾക്കുന്നുണ്ട്, प्रभु अपने അറിയുന്നുണ്ട്. साथ चलता है, सब कुछ देखता है, सब कुछ समझता है. യേശു കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. എല്ലാ ഭവനത്തിനകത്തും പറയുന്ന കാര്യങ്ങൾ കർത്താവ് കേൾക്കുന്നുണ്ട്. हर एक भवनों के अंदर हम जो कुछ बोलेंगे वो सब कुछ प्रभु साथ में सुनता है. ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താലും നിന്റെ കണ്ണെന്നെ കാണുന്നുണ്ട്. मैं समुद्र की किनारे ऊपर जाकर रहे तो भी प्रभु की दर्शन ഞാൻ अपनों पर है. ആകാശത്തിൽ ഹല്ലേലൂയ പോയി മറഞ്ഞിരുന്നാലും ഞാൻ ഭൂമിയുടെ ഏതു ഭാഗങ്ങളിൽ ഇറങ്ങിപ്പോയാലും നിന്റെ കണ്ണെന്നെ കാണുന്നുണ്ട്. धरती के कोई भी कोने पर या पहाड़ों के हमें चौकी पर में जाके छुपे होगा तो भी वहीं पर प्रभु की दृष्टि मुझ എന്റെ पर है. കർത്താവിന്റെ കണ്ണിനൊന്നും മറവായിരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, परमेश्वर की आंखों के सामने किसी भी बात छिपे हुए नहीं है. നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ परमेश्वर के सामने जब अपने समस्या को लेके आते हुए समय സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ धन्यवाद के साथ उन बातों को समर्पण करेगा तो രണ്ടാമത് ആ വിഷയത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് തർക്കിക്കേണ്ടതും വാദിക്കേണ്ടതുമാകുന്ന യാതൊരു ആവശ്യവുമില്ല. उन विषय के बारे में वाद विवाद कभी भी करना नहीं पड़ेगा. നാം ദൈവകരങ്ങളിൽ ഒരു വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം തമ്പുരാൻ അത് പൂർണ്ണമായി ഏറ്റെടുക്കുന്ന ദൈവമാണ്. प्रभु के सामने अपने विषय को सौंप देगा तो जरूर प्रभु ने अपने निर्धारित समय पर वो ले लेगा. കർത്താവ് അതിന്റെ മറുപടിയെ വരും ദിവസങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. आने वाले समय पर प्रभु उसका जवाबदारी जरूर रहेंगे. ഇവിടെ ശിഷ്യന്മാരോട് കൂടെ യേശു കർത്താവ് ചേർന്ന് നടന്നിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കുന്നു, यहाँ पर मसीह के चलों के साथ मसीह ने साथ चलकर इस प्रकार कहते हैं, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന വാദിക്കുന്നതാകുന്ന കാര്യം എന്താണെന്ന് കർത്താവ് ചോദിച്ചു. यीशु से कहा कि क्या तुम लोग आपस में इस प्रकार वाद विवाद करते, उसका बात क्या है? പ്രിയപ്പെട്ടവരെ, കർത്താവിന് അറിയാഞ്ഞതുകൊണ്ടാണോ ചോദിച്ചത്? क्या यीशु को ये बात नहीं जाने क्या? എന്നാൽ കർത്താവിന് ചില കാര്യങ്ങൾ അറിയണം. അവരുടെ വായിൽ നിന്ന് അവര് കർത്താവിനോട് പറയണം. प्रभु इसलिए उनको यही पूछा कि आमेन, उनके मुंह से ये बात आमेन वो सुनना प्रभु ने चाहता था. എന്നാൽ കർത്താവ് ചോദിച്ചപ്പോൾ അവർ യേശുവിനെ നോക്കിയത് വാടിയ മുഖത്തോടുകൂടെയാണ്. जब यीशु इस सवाल किया तभी उन्होंने यीशु को इस प्रकार देखा तो कि उदास चेहरा के साथ അവരുടേതാകുന്ന വാടിയ മുഖത്തെ യേശു കർത്താവ് കണ്ടു. उनका उदास चेहराओं को यीशु ने आमेन तभी देखा. നമുക്കറിയാം, വാടിയ മുഖങ്ങളെയൊക്കെ നമുക്ക് ദൈവവചനത്തെ കാണാൻ കഴിയുന്നുണ്ട്. आमेन. हम प्रभु का वचनों पर कई प्रकार की उदासी चेहरों को हम लोग देखते हैं. നാം വാടുന്നതും നമ്മുടെ മുഖം ഉദാസീനമായിരിക്കുന്നതും ഏത് വിഷയത്തിലാണെന്ന് നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. कब हमारे मुंह उदास हो जाते हैं, कब हम निराशा हो जाते हैं, कभी कौन सी विषय के बारे में हम ऐसा अवस्था में आ जाते हैं करके प्रभु जानते हैं. കയ്യിന്റെ മുഖം വാടിയത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. कईन के मुंह उधर गया था करके हमको मालूम है.
കയ്യിന്റെ മുഖം വാടിയത് ഹാലലൂയ തന്റെ സഹോദരനോടുള്ള അസൂയ കൊണ്ടും ദൈവത്തോടുള്ളതാകുന്ന കോപം കൊണ്ടുമായിരുന്നു. आमें कईन का मुंह इसलिए छिपा उधर गया था कि अपने भाइयों से उन्होंने काफी नाराज हुआ था, प्रभु से भी वो काफी नाराज हुआ था. ആ യോനയ്ക്ക് ഒരു പ്രാവശ്യം ഹാലലൂയ ഇങ്ങനെയുള്ളതാകുന്ന ചില കോപമുണ്ടായി. हमें योना को भी एक बार इस प्रकार उदास के अनुभव हुआ. യോനയ്ക്ക് വേണ്ടി ദൈവം ചില ഒരു ആവണക്കിനെ അവിടെ ഒരുക്കി കൊടുക്കുവാനിടയായി തീർന്നു. आमें चिबुल पेड़ की जो आमें वृक्ष आमें एक बार आमें योना को प्रभु ने बना के दिए थे. അതിന്റെ തണലിൽ ഒരു അല്പസമയം ഒന്ന് ഇരിക്കുവാൻ യോനയ്ക്ക് അവസരം ലഭിച്ചു. उसके छाव पर बैठने के लिए थोड़े देर योना को परमेश्वर ने अनुमति दिया था. എന്നാൽ യഹോവയാകുന്ന ദൈവം തന്നെ ആ ആവണക്കിനകത്ത് ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. लेकिन यहोवा परमेश्वर उस वृक्ष को खाने के लिए एक कीड़ा को वहां पर भेजा. അത് വളർന്നു വന്നതുപോലെ തന്നെ അതങ്ങ് നശിച്ചു പോയി. जैसे वो बढ़कर आया वैसा वो आमेन पेड़ खत्म हो गया. ആ യോനയ്ക്ക് അത് വാടിപ്പോയപ്പോൾ ആവണക്ക് വാടിപ്പോയപ്പോൾ जब उस वृक्ष आमें सूख गया तभी ആ യോനയ്ക്ക് അതുവരെ ഉണ്ടായിരുന്നതാകുന്ന ദൈവത്തോടുള്ള കോപം ഇരട്ടിക്കുവാനിടയായി തീർന്നു. तब तक योना परमेश्वर से काफी दुख के साथ गुस्सा के साथ बैठे थे. जब पेड़ सूख गया तो उनका दुख जो है गुस्सा जो है 2 गुना बढ़ गया. അവിടെയും ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം യോനയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. वहीं पर भी परमेश्वर योना को कुछ बात सिखवाने के लिए प्रभु ने वहां पर उस प्रकार किया. ഞാനത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖം വാടുന്നത് എന്തിനാണെന്ന് ദൈവത്തിന് അറിയാം. मैं आपको ये बात इसलिए बताया कि परमेश्वर जानते हैं कि हमारा मुंह क्यों उधरता है. ഇവിടെ പറയുന്നു ഇവരുടെ വാടിയ മുഖത്തോട് നിന്നപ്പോൾ യേശു കർത്താവിനോട് അവര് പറയുന്നു, നീ മാത്രം എന്താ ഇത്രയും നാൾ ഇവിടെ നടന്നതാകുന്ന കാര്യങ്ങളൊന്നും അറിയാതെ പോയത്. जब यीशु ने उसे ये सवाल किया है तो उन्होंने इस प्रकार प्रत्युत्तर किया, क्या केवल तू ही इन बातों के बारे में नहीं जाने अभी तक? യെരൂശലേമിൽ വന്നു പാർക്കുന്ന എല്ലാ മനുഷ്യനും അറിഞ്ഞ കാര്യം നീ മാത്രം എന്താ അറിയാത്തത്? यरूशलेम में जितनों ने आके रहते सभी लोग ये बात जानते हैं, पर केवल तू ही इन बातों को नहीं जाने, क्या बात है? നിനക്ക് മാത്രം എന്താണ് ഞങ്ങളുടെ വിഷയങ്ങളെ മനസ്സിലാകാത്തത്? क्या केवल आप ही को ही हमारे विषय को नहीं जाने, ये क्या बात है? എല്ലാ മനുഷ്യനും മനസ്സിലായ കാര്യങ്ങളും നിനക്ക് മാത്രം മനസ്സിലാകാത്തത് എന്താ? सारे लोगों को ये बात समझ में आया, लेकिन आपको हमारी बात क्यों नहीं समझा? കഴിഞ്ഞ ആഴ്ച നാം കേട്ടല്ലോ, ഗിദെയോൻ യഹോവയോട് ചോദിക്കുന്നതാകുന്ന കാര്യത്തെ നാം കേട്ടു. जैसे हमें पिछले संडे को वचन सुना है कि गिदयोन ने यहोवा परमेश्वर से इस प्रकार सवाल किया, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് എന്താ? परमेश्वर यहोवा हमारे साथ है तो हमारे लिए ये सब कुछ घटना होती है. യേശു കർത്താവിനോട് അവർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് അവരുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ്. आमीन. जब ये सवाल यीशु से इन चेले लोगों ने पूछा तो यीशु ने उनके और नजदीक आने लगा. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവിനെ കുറിച്ച് അവർ ചില സാക്ഷ്യങ്ങൾ കർത്താവിനോട് പറയുകയാണ്. आमीन. यीशु का कुछ गवाही इन लोग यीशु से बोल रहा है. ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു യേശു. यीशु के बारे में उन्होंने ये बता रहे सारे मनों से परमेश्वर की सारे बड़ी सामर्थ्यों में से एक काम करने वाला एक व्यक्ति था यीशु. യേശുവിന്റെ സാക്ഷിയെ യേശുവിന്റെ ശക്തിയെ അവരെ യേശുവിനോട് തന്നെ പറയുന്നു. आमीन. यीशु के बारे में यीशु को ही बोल रहा. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളും നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുവാൻ. आमीन. यीशु हमारा परमेश्वर भी यही चाहता है, हमारे परमेश्वर के बारे में हम भी उस प्रकार के हैं. നമുക്ക് ഒത്തിരി കഷ്ടമുണ്ടെങ്കിലും നമ്മൾ പറയത്തില്ലയോ നമ്മുടെ കർത്താവ് വലിയവനാണ്, ശക്തനാണെന്നൊക്കെ? जितना भी अपने जीवन में समस्या होगा तो भी हम लोग परमेश्वर को ये बताते, प्रभु आप बड़ा है. അപ്പോൾ കർത്താവിനോട് കുറെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുന്നിട്ട് കർത്താവ് അവരെ അവസാനം ഒരു വിളി വിളിക്കുന്നുണ്ട്. आमीन. ये सब कुछ बातें यीशु के साथ बांटने के बाद उन्होंने यीशु को इस प्रकार कहते हैं. കർത്താവ് അവരെ വിളിക്കുന്നു, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. आमीन. वहां पर यीशु उन चेलों को इस प्रकार पुकार के कहते हैं, हे मूर्ख, इतने सारे बात आपको यीशु ने बोला तो भी आपको इस बातें इस बच्चे के बारे में भविष्यवक्ता लोगों ने आपको बोलने के बावजूद भी ये बात है ना विश्वास करने वाला मूर्ख लोग तुम. രണ്ട് പേരാണ് അവരെ വിളിച്ചത്, ഒന്ന് ബുദ്ധിഹീനര്, രണ്ട് മന്ദബുദ്ധി. हमें यीशु ने उनको 2 नाम पुकारा, एक जो है बुद्धिहीन, दूसरा जो है मूर्ख.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ നമുക്ക് ആ പേരെങ്ങനെ വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ? क्या हम लोगों को कोई ऐसे नाम पुकार के बोलेगा तो हमको क्या अच्छा लगेगा? നമുക്ക് എത്ര ബുദ്ധിയില്ലെന്ന് പറഞ്ഞാലും ആരെങ്കിലും നമ്മുടെ ബുദ്ധിയെ ചോദ്യം ചെയ്താൽ നമ്മൾ ഉടനെ हमको പ്രതികരിക്കും. बिल्कुल बुद्धि नहीं है तो भी ऐसा कोई बोलेगा तो हम लोग तुरंत उनका सामने सवाल करेगा. ബുദ്ധിഹീനരെ എന്ന് മാത്രമല്ല വിളിച്ച്, അത് ഇച്ചിരി കടുപ്പം കുറഞ്ഞതാണ്. हमें केवल बुद्धिहीन करके नहीं बोला, മന്ദബുദ്ധി എന്നും വിളിച്ചു. हमें यीशु ने उनको ये बोला कि हे मूर्ख लोग. മലയാളത്തിൽ അതങ്ങനെ മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കാലത്തും വിളിക്കുന്ന വ്യക്തിയോട് നമ്മൾ ഒരിക്കലും ചേർന്ന് നിൽക്കത്തില്ല. ऐसा कोई हमको अगर मूर्ख बुलाया जाता है तो फिर हम उन व्यक्ति के साथ कभी साथ देने को हम लोग कभी तैयार नहीं है. ഇവിടെ ആരോടും അവർക്ക് പരാതി പറയുവാനില്ല. യേശുവാണ് അവരെ വിളിച്ചത്. आमीन. यहाँ पर उनको किसी से भी कोई अपने बारे में कुछ समस्या के बारे में कुछ बोलने को है ही नहीं, कंप्लेन बोलने के लिए कोई है ही नहीं, क्योंकि यीशु ने उनको उस प्रकार मूर्ख बुलाया गया. മനുഷ്യരാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പേര് വിളിക്കേണ്ട ആവശ്യമില്ല. मनुष्य एक आपस में एक दूसरे को इस प्रकार बुलाने का कोई जरूरत नहीं है. കാരണം നമ്മുടെ അവസ്ഥകളെ നമുക്ക് അന്യോന്യം തിരിച്ചറിയത്തില്ല. क्योंकि अपने आपस में अपने अवस्था को हम ना जाने, എന്നാൽ യേശു കർത്താവിനെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ സൃഷ്ടിതാവായതുകൊണ്ട് നമ്മളെ ഏത് പേരും അവന് വിളിക്കാം. पर यीशु अपने बारे में अच्छे से जानते हैं, इसलिए यीशु हमको कभी भी कोई नाम लेकर हमको बुला सकता है, क्योंकि वो अपने परिपूर्ण अवस्था वो जाने. അവർക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ളതാകുന്ന ബുദ്ധിഹീനതയാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. यीशु के बारे में, उस विषय के बारे में हमें उनका जो जानकारी का जो कमजोरी को देखकर यीशु ने उनको बोला उनका बुद्धिहीनता के बारे में. എന്നിട്ട് കർത്താവ് പറയുന്നു, പ്രവാചകന്മാര് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത്? भविष्यवक्ताओं ने जो भी बातें बोला है, क्यों आप विश्वास नहीं करते हो? ആ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാകുന്ന അന്നത്തെ പ്രവാചകന്മാർ. भविष्यवक्ता बोलेंगे तो तभी परमेश्वर का विशेष चुने हुए आमेन लोग हैं. ഞാനത് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ പ്രവാചകന്മാരെ എല്ലാവരെയും നിങ്ങൾ എടുക്കരുത്. आमेन. मैं कहने का मतलब ये नहीं कि आजकल की जो भविष्यवक्ताओं के बारे में नहीं है. ഇന്ന് സത്യമായിട്ട് ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ നിൽക്കുന്ന പ്രവാചകന്മാരുണ്ട്. आमेन. बहुत कम लोग आज भी आमेन परमेश्वर का हमें सच्चाई भविष्यवाणी बोलने वाला है, എന്നാൽ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നതാകുന്ന കള്ളപ്രവാചകന്മാരുമുണ്ട്. लेकिन अपने मन से अपने सोच से बोलने वाला भविष्यवक्ता भी है आज. അത് കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട് അപ്രകാരം പോയിട്ട് കഷ്ടം അനുഭവിക്കുന്ന ഒത്തിരി ദൈവമക്കളുമുണ്ട്. उस प्रकार उन बातों को सुनकर अनुसरण करके बहुत कष्ट उठाने वाला भी लोग आजकल है. ഇവിടെ ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ പറ്റിയല്ല യേശു കർത്താവ് പറഞ്ഞത്. यहाँ पर वैसे लोगों के बारे में यीशु नहीं बताया, മോശ മുതലുള്ളതാകുന്ന പ്രവാചകന്മാര്, पर मूसा से लेकर जो भविष्यवक्ताओं के बारे में यीशु ने बताया. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം യേശു കർത്താവ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നായിരുന്നു. वे लोग सब बोले हैं कि यीशु दोबारा पुनरुत्थान होगी. യേശു കർത്താവ് തന്നെ അവരോടുകൂടെ ആയിരുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. जबकि यीशु उनके साथ था तभी भी यीशु ने उनको बोला है कि मैं तीसरा दिन जी उठेंगे. യേശു കർത്താവ് പറഞ്ഞ കാര്യത്തെ, നിങ്ങൾ ഞാൻ തന്നെ പറഞ്ഞ കാര്യത്തെ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ല? सिर्फ मैं ही तुम्हें जो बोला वो बात भी तुम लोग विश्वास नहीं किया. കർത്താവ് അങ്ങനെ അവിടെ എടുത്ത് ആദ്യം പറഞ്ഞില്ല. हमें वैसा यीशु नहीं बोला, കാരണം യേശു കർത്താവിനെ അവർക്ക് തിരിച്ചറിയുവാൻ കഴിയത്തില്ലായിരുന്നു ആ സമയത്ത്. हमें क्योंकि यीशु कौन है करके उन्होंने वहीं पर हमें जान नहीं पाया. അവർക്ക് മനസ്സിലായത് യേശു ഒരു വഴിയാത്രക്കാരൻ എന്നായിരുന്നു. उनके साथ चलने वाला यीशु को उन्होंने बस इतना समझा कि वो कोई हमें रास्ता में चलने वाला कोई यात्रियां होगी. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രവാചകന്മാര് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് വിശ്വസിക്കാത്ത? അതുകൊണ്ടാണ് അവരെ ആ 2 പേരിങ്ങനെ വിളിച്ചത്. आमीन. यीशु ने जो भी कुछ भी बात उनको इसलिए बोला गया कि भविष्यवक्ता लोगों ने जो भी बोला हुआ बात तुम लोग क्यों विश्वास नहीं करते, इसलिए यीशु ने उनको मूर्ख करके बुलाया गया. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏത് കാര്യം സംസാരിച്ചാലും അവന് ഒറ്റ വാക്കേ ഉള്ളൂ, അത് ഊവെന്നാണ്. हमें परमेश्वर को कोई भी बात बोलना है तो हाँ बोल के एक ही शब्द है. അത് അല്ലാതെ അല്ല എന്നൊരു വാക്ക് കർത്താവ് പറയുമ്പോൾ, ना करके कोई ऐसा कुछ बोलेगा तो ഈ 2 വാക്ക് പറഞ്ഞാലും അത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. हमें हाँ या ना कुछ बोलेगा तो भी बात एक ही है. അതിനകത്തൊരു പൂർണ്ണത മാത്രമാണ് ശേഷിക്കുന്നത്. उसके अंदर सिर्फ हमें परिपूर्णताओं को हम देख सकते हैं. അതിനകത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതാകുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. उसके अंदर कोई आगे पीछे की बात ही नहीं. യേശു കർത്താവ് നമ്മോട് പറഞ്ഞു, അസാധ്യമായിട്ട് അവനൊന്നുമില്ലെന്ന്. परमेश्वर कहता है उनको कोई असाध्य बात नहीं है, असंभव बात
നമ്മുടെ नहीं है। വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന് അസാധ്യമായിട്ടില്ല പ്രിയപ്പെട്ടവരെ. हमारे समस्याओं के सामने परमेश्वर को कोई असंभव बात नहीं है प्यारो। ഈ യേശു കർത്താവ് അവരോട് ചേർന്ന് നടന്നിട്ട് അവർക്ക് തിരുവഴുത്തുകളെ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. यीशु मसीह उनके साथ चलकर परमेश्वर का वचन उनको समझा दिया जा रहा है। അവർ മറന്നുപോയതാകുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയൊക്കെ കർത്താവ് അവർക്ക് ഓർപ്പിച്ചു കൊടുക്കുന്നതായി കാണുന്നു. उन्होंने भूल गए हुए परमेश्वर के हर एक वायदाओं को वहीं पर परमेश्वर को याद दिला दिया। ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ഓർത്തെടുക്കണമെങ്കിൽ യേശു നമ്മോട് ചേർന്ന് നടക്കേണ്ടത് ആവശ്യമാണ്. परमेश्वर ने बताए हुए सारे वायदाओं को हमें याद करने के लिए प्रभु अपने साथ चलना अनिवार्य है। നാം നിരോധനത്തിലായിരിക്കുന്ന സമയത്തും കർത്താവ് നമ്മോട് ചേർന്ന് നടക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ വേളയിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നു. हमारे आंखें जो विरोध के अनुभव होगा तो भी प्रभु के साथ हमें चलना अनिवार्य है। നാളുകളായിട്ട് ദൈവ സാന്നിധ്യമോ ദൈവശബ്ദമോ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരു പക്ഷെങ്കിൽ പരിഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. हो सकता कई दिनों में से परमेश्वर का सानिध्य, परमेश्वर का शब्द आप नहीं सुनते हुए बोलकर यदि आप उदास के साथ बैठा हुआ होगा एक व्यक्ति होगा तो भी പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അങ്ങനെയല്ല. നിന്റെ മുഖം മാറുന്നത് ദൈവം കാണുന്നുണ്ട്. हमें प्रिय भाई बहनों वैसा नहीं है। आपके मुंह उधरता वो प्रभु ने देख रहा है। നിങ്ങളുടെ ഹൃദയത്തിന്റെ അനുഭവങ്ങളെ കാണുന്നവനാകുന്ന ഒരു ദൈവമുണ്ട്. आपके हृदय की अवस्था को देखने वाले एक परमेश्वर നമ്മുടെ है। പ്രവൃത്തി മണ്ഡലങ്ങളെ കാണുന്നവനാകുന്ന ഒരു ദൈവമുണ്ട്. हमारे हर एक प्रवृत्ति को देखने वाला एक परमेश्वर है। ഇന്ന് പകൽവേളയിൽ നാം വായിച്ചതുപോലെ എന്റെ ആത്മാവേ ഹല്ലേലൂയ നീ വിഷാദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? जैसे भजन संगीताओं में हमने पढ़ा है कि हे मेरे मन क्यों तुम व्याकुल हो। ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളെ വിഷാദങ്ങളെ മനസ്സിലാക്കുന്നവനാകുന്ന ഒരു ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. हमारे मनोरथों की अवस्थाओं को जानने वाले एक परमेश्वर हमारा ആ परमेश्वर। യേശു കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളം കത്തുവാനിടയായി തീർന്നു. वो यीशु आमेन चेलों से जब बात करते हुए समय उनके भीतर के भीतर आमेन वो आमेन जलने लगा। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് ഓർപ്പിച്ചുണർത്തുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന് ഒരു കത്തൽ ഉണ്ടാകണം. आमेन जब परमेश्वर के वचनों को वायदाओं को जब हमें याद दिला दिया जाता है तभी अपने भीतर के भीतर एक जलन की अवस्था होना अनिवार्य है। ദാവീദ് പറഞ്ഞു എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തിയെന്ന്. दाऊद ने इस प्रकार कहते हैं मेरे अध्याय में आग बसा है। ദാവീദ് ദൈവസന്നിധിയിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്റെ ഉള്ളം കത്തുവാനിടയായി തീർന്നു. दाऊद परमेश्वर का सन्निधियों पर अध्ययन किया हुआ समय उनके अंदर की अंदर हमें जलने लगी। ദൈവത്തിന്റെ വാക്കുകൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു കത്തൽ ഉണ്ടാകണം. परमेश्वर के वचनों को जब सुनते हुए समय अपने अंदर आमेन एक जलने का अनुभव आना अनिवार्य നമ്മുടെ है। ഹൃദയത്തിനകം കത്തണമെങ്കിൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെതാകുന്ന വാഗ്ദത്തം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ കത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെതാകുന്ന ഒരു തീപ്പൊരിയെങ്കിലും നമ്മുടെ അകത്തുണ്ടായിരിക്കണം. परमेश्वर की दिए हुए जो वायदा अपने अंदर अगर जलना है तो उस वायदा अपने आमेन अंदर होना जरूरी है। നാളുകളായിട്ട് കൂടിവരകൾ ഒരുമിച്ചുള്ളതില്ലാത്തത് കൊണ്ട് എന്റെ ഉള്ളിലെ തീപ്പൊരി കെട്ടുപോയെന്ന് നാം പറയരുത്. हमें कई दिनों में से हमें कोई संगति नहीं है इसलिए मेरे अंदर परमेश्वर की हमें वायदा बुझ गया करके कोई बोल नहीं सकता। ആർക്കും അങ്ങനെ ദൈവസന്നിധിയിൽ പറയുവാൻ ഹല്ലേലൂയ കഴിയരുത്. हमें वैसा आमेन हमारे जीवन में बोलने को कोई अवसर नहीं होना चाहिए। നമ്മുടെ ഉള്ളിനകത്തിട്ടതാകുന്ന ആത്മാവിനെ കത്തിക്കുന്നത് നമ്മുടെ കർത്താവാണ്. हमारे अंदर जो हमें प्रभु ने डाला हुआ हमें वायदाओं को जलाने वाला परमेश्वर है। ഒരു വർഷമെങ്കിൽ അത് മൂടിക്കിടക്കുന്ന അനുഭവത്തിലായിരിക്കാം, ചാരം മൂടിയ അനുഭവത്തിലായിരിക്കാം. हो सकता है वो राख भरा हुआ एक अनुभव में हो सकता है। അതിനെ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ചിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അവിടുന്ന് ബലപ്പെടുത്തുവാനിടയായി തീരും. आमीन। यदि हम उन बातों को प्रभु का सानिध्य में रहकर प्रार्थना करेगा तो प्रभु उसको आमीन जला सकता है। ഓരോരുത്തരെ ഏൽപ്പിച്ച കാര്യങ്ങൾ കർത്താവ് ചോദിക്കുമ്പോൾ നാം മടക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. हर एक व्यक्ति को प्रभु ने सौंपा हुआ बात प्रभु ने जब मांगेगा तभी हमें लौटाना जरूरी നമുക്ക് है। അളന്ന് കിട്ടിയതാകുന്ന അളവിന്റെ ഇരട്ടി നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. हमारे पास जो कुछ प्रभु ने दिए उसका 2 गुना हमें लौटाना जरूरी है। നമുക്ക് 5 തന്നാലും 2
എന്ത് തന്നാലും നമ്മൾ അത് ഇരട്ടിയായി കൊടുക്കണം. हमें 5 दिए 2 दिए उसका 2 गुना हमें देना अनिवार्य നാം है. അതിനെ അവിടുന്ന് ഹല്ലേലൂയ കെടുത്തിക്കളയുവാൻ പാടില്ല. उसको हमें बुझाना नहीं है. അല്പമായിട്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിങ്ങളുടെ ഉള്ളിൽ ആരംഭിച്ച വ്യക്തിയാണെങ്കിൽ, आमीन. यदि थोड़ा सा भी प्रभु का कार्य अपने हृदय में अगर शुरुआत किया हुआ एक व्यक्ति होगा ഒരു तो പക്ഷെങ്കിൽ ജീവിതത്തിന്റേതാകുന്ന പല പ്രശ്നങ്ങളും മുമ്പ് നമ്മുടെ തല നമുക്ക് ഉയർത്തുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നുവെങ്കിലും, जीवन का हर प्रकार की प्रतिसंधियों के कारण आपकी अगर आपके सिर उठाने को नहीं होने वाला एक व्यक्ति होगा तो भी ആ കാര്യം ഒന്നും ദൈവം തമ്പുരാൻ ചോദിക്കുന്നില്ല. പിന്നെയോ ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എവിടെയെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. वो सब बातों के बारे में प्रभु नहीं पूछता, पर प्रभु ने इतना ही कहते हैं, मैं तुझे जो सौंपा है वो कहाँ है, वो लौटा दो. കയ്യിനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? ഞാൻ അവനെ നിന്നെ ഏൽപ്പിച്ചിരുന്നുവല്ലോ. हमें कईन को परमेश्वर इस पूछा है कि आमें तुम्हारा भाई कहाँ है, मैं तुझे आमेन उन्हें सौंपा था. അതുകൊണ്ട് തന്നെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാകുന്ന ചെറിയതും വലുതുമാകുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ നാം മടക്കി കൊടുക്കേണ്ടവരാണ്. इसलिए हमारे पास प्रभु ने जो दिए हुए छोटे मोटे जो भी बात है हम प्रभु के सामने आमेन लौटाना जरूरी है. യേശു കർത്താവ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. आमेन. यीशु ने ये सारे बात उनको याद दिलाया. यीशु ने दोबारा पुनरुत्थान होगा बोलकर भी उनको आमेन आमेन समझाया गया. അതിനുശേഷമായിട്ട് അവര് എത്തേണ്ടതാകുന്ന ഗ്രാമത്തിനടുത്തേക്ക് എത്തി. उसके बाद उन्होंने यम्मोस की गांव पर उनके घर पर पहुंचा. അവര് അവരുടെ വീട്ടിനകത്തേക്ക് കയറുവാൻ തുടങ്ങി. आमेन. जब उन्होंने अपने घर पर जाने लगा, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ എമ്മുവസ് എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന്റെ സ്ഥലം എന്താണെന്ന്. यम्मोस का मतलब वो अंधेरे का जगह है. അവര് സമാധാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് കയറുകയാണ്. वो शांति का जगहों में से पूरे अंधकार की जगहों पर चल जा रहा ഇനി അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. उनको अभी कोई आशा नहीं है. അവർക്കൊരു മടങ്ങി വരവ് അവർ ആഗ്രഹിക്കുന്നില്ല. वो आशाहीन होकर उदास के साथ वहीं पर बने रहना वो चाहता है. കാരണം അവരുടെ വിഷയത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം അവർ കണ്ടു കഴിഞ്ഞു. क्योंकि उनका आमे समस्या के सबसे आखिरी भाग तक उन्होंने देख चुका है. ഇനി അവർ ഇരുട്ടിലാണെങ്കിലും അവിടെ പാർത്തുകൊള്ളാമെന്നുള്ളതാകുന്ന അതേ ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് അവരായിരിക്കുന്നത്. अभी उन्होंने ये निर्णय लिया, हो सकता अंधेरा में भी होगा तो भी चाहे चलेगा, हम लोग वहीं पर बना रहेंगे. ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകുമെന്നുള്ള ചിന്തയാണ്. अभी वैसा ही आगे जाएगा करके उन्होंने सोचा. ഹല്ലേലൂയ. ഇന്ന് പകൽവേളയിൽ ഇനിയും ഒരു വെളിച്ചമില്ലെന്നുള്ളതാകുന്ന ചിന്തയോടുകൂടെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ, आमीन. आज सुनने वालों में से कोई भी अगर मेरे जीवन में कोई उजियाला का अवस्था नहीं है, ऐसे ही अंधेराओं में मैं चल जाएगा, इस प्रकार के सोच के साथ ഹല്ലേലൂയ, बैठा है तो പ്രവാചകനോട് ചേർന്നുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, യഹോവ എന്റെ ദീപത്തെ കത്തിക്കുന്ന ദൈവമാകുന്നു. वो भविष्यवक्ताओं के साथ बोलकर मैं बताना चाहूंगा, यहोवा परमेश्वर मेरा दिया को जलाने वाला परमेश्वर है. നമ്മുടെ ജീവിതത്തിന്റേതാകുന്ന വിഷയങ്ങൾ മുഴുവനും അടഞ്ഞു പോകുന്നെന്ന് ചിന്തിക്കുന്നതാകുന്ന ഈ സമയത്ത്, हमें मेरे जीवन का हर पल हमें हर राह बंद होने वाला है करके सोचने का इस वक्त ഞാൻ पर ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് കയറിയോ കർത്താവേ എന്ന് ചിന്തിക്കുന്ന സമയത്ത്, क्या मैं अंधेराओं में चल चुका है करके सोचने का समय है. ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി ഒരു സമാധാനം, ഹല്ലേലൂയ, കർത്താവ് അതിന്റെ വാതിലുകളെ തുറന്നു വെക്കുവാൻ പോകുകയാണ്. बिल्कुल नहीं, परंतु परमेश्वर मेरे लिए प्रभु ने एक शांति का रास्ता खोलने ഞാൻ वाला. വിശ്വസിക്കുന്നു കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികമായിട്ട് ഈ ദേശത്ത് കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുമെന്ന്. मैं आशा करती हूँ कि पिछले दिनों में से बढ़कर परमेश्वर अपने कार्य को इस देश में शुरुआत നമുക്ക് करेगा. മുമ്പിൽ അതിന് സാധ്യതകളൊന്നും കാണാതിരിക്കുമ്പോൾ, हमारे सामने कोई आमेन रास्ता नहीं है तो भी നമ്മുടെ ആരാധനയുടെ വാതിലുകൾ അടഞ്ഞുവെന്ന് നാം ചിന്തിക്കുമ്പോൾ, हमारे रास्ता सारे आराधना के बंद होगा करके हम लोग सोचते हुए समय ദേശത്തിന്റേതാകുന്ന വിവിധ ഭാഗങ്ങളിൽ കർത്താവ് തന്റേതാകുന്ന ഹല്ലേലൂയ ആത്മാവിന്റേതാകുന്ന തിരികളെ കത്തിക്കുവാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ओ प्रभु अपने आमेन दिया को जलाने वाला है. कौन इन बातों को विश्वास करेगा? നാം ചിന്തിക്കുന്നതാകുന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല, ഹല്ലേലൂയ, നമ്മുടെ ഗുജറാത്തിന്റേതാകുന്ന നമ്മുടെ ദമനിന്റേതാകുന്ന പല ഭാഗങ്ങളിൽ ഹല്ലേലൂയ കർത്താവ് തന്റെ കൂടിവരകളെ ആരംഭിപ്പാൻ പോകുകയാണ്. एक ही जगह पे नहीं, हमें दमन गुजरात कई जगहों पर प्रभु अपने दिया को जला दिया जाए. കർത്താവ് നമ്മുടെ സഭയെ വളർത്തും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? वो अपने कलीसिया को प्रभु बढ़ा देंगे. कितने लोग विश्वास करोगे? കർത്താവ് നമ്മുടെ അനുഭവങ്ങളെ ഒക്കെ വിശാലമാക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? अपने अवस्थाओं को हमारा अनुभव को प्रभु बढ़ा देगा. कितने लोग कौन विश्वास करोगे? ഇവിടെ ശിഷ്യന്മാര് ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയെന്നവർ വിശ്വസിച്ചു. यहाँ पर अंधेराओं में चला गया करके 6 लोगों ने सोचा. എന്നാൽ 28-ാം വാക്യം നിങ്ങളൊന്ന് നോക്കണമേ. लेकिन 28वां वचन इस प्रकार पढ़ते हैं. അവര് പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. आमेन. जब उनके घर पर पहुंचा तभी उन्होंने
उन्होंने यीशु ने आगे जाने का गवाना हो रहा उस प्रकार भावना दिखाया। 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 29वां वचन में कहते हैं, അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. परंतु उन्होंने कहकर उसे रोका कि हमारे साथ रह, क्योंकि संध्या हो चली है और दिन वो बहुत ढल गया है। तब वह उनसे कहा साथ रहने के लिए भीतर गया। അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. आमेन, उनके साथ रहने के लिए भीतर गया। പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, प्रिय भाई बहनों, आप इन बातों को यही समझना है। 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ ശിഷ്യന്മാർ ഇത്രമാത്രം കഷ്ടത്തിലും ഭാരത്തിലും ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയെങ്കിലും आमेन, 29वां वचनों पर यही कहते हैं, ये चेले लोग इतना निराश उदास के साथ उन लोग गुजरते हुए समय അവർക്ക് അവരുടെ ഉള്ളിൽ ഹല്ലേലൂയ ചിലതാകുന്ന സഹതാപത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. उनके दिल में थोड़ा सहताप, दया की अनुभव था। അവര് അവരുടെ കൂടെ യാത്ര ചെയ്തതാകുന്ന സഹയാത്രികനെ ഒന്ന് ശ്രദ്ധിപ്പാനിടയായി തീർന്നു. उनके साथ चला हुआ व्यक्ति को उन्होंने थोड़ा ध्यान दिया। യേശുവാണെന്ന് അവർ അറിഞ്ഞില്ല, यीशु है करके वो नहीं जाने, എങ്കിലും അവരോട് കൂടെ യാത്ര ചെയ്യുന്നവന്റെ വേദനയെ അവര് മനസ്സിലാക്കുവാനിടയായി തീർന്നു. हमें फिर भी उनके साथ चलने वाला व्यक्ति के दर्द उन्होंने समझ लिया। അവൻ ആ വ്യക്തി തന്നെ മുന്നോട്ട് യാത്ര ചെയ്താൽ वो व्यक्ति यदि अकेला आगे यात्रा करेगा तो ആ ഇരുട്ടാകുകയാണ്, അസ്തമിക്കാറാകുകയാണ്, സൂര്യൻ അസ്തമിക്കാറാകുകയാണെന്നുള്ള കാര്യം അവർക്കറിയാം. हमें संध्या होने वाली है, इसलिए ഇനിയും അദ്ദേഹത്തെ തന്നെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലെന്നും അവർക്കറിയാം. वे व्यक्ति को आगे अकेला छोड़ना ठीक नहीं है करके वो जाने। അതുകൊണ്ട് തന്നെ അവര് പറയുന്നു, നീ ഇനിയും ഒറ്റയ്ക്ക് പോണ്ട, നീ ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രി ഇവിടെ പാർക്കുക. इसलिए उन्होंने उससे कहा कि आज तुम आगे अकेला नहीं जाना, आज रात को हमारे साथ रहना। എത്ര കഷ്ടത്തിൽ കൂടെ കടന്നുപോയാലും മറ്റുള്ളവന്റെ വേദനയെ മനസ്സിലാക്കുന്നവനാണ് ഒരു യഥാർത്ഥ ദൈവവേദന എന്ന് പറയുന്നത്. इतना भी कठिन हालेलुया। परिस्थितियों के बीच में यदि आप गुजरते हुए समय एक दूसरे के दर्द को समझने वाला है वास्तव में एक विश्वास। ആ ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവം ഒരു പക്ഷെങ്കിൽ വേദനയുടേതാകുന്ന അവസ്ഥയായിരുന്നാലും മറ്റുള്ളവനെ ഒന്ന് ഓർക്കുവാനുള്ളതാകുന്ന മനസ്സ് ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവവേദന, നീയാണ് യഥാർത്ഥ ദൈവവേദനെന്നും ദൈവഭക്തനെന്നും പറയുന്നത്. हो सकता है हालेलुया। आपकी कठिन परिस्थितियों पर भी एक दर्द सहन करने वालों के दर्द को समझने के लिए यदि आप तैयार होगा तो वास्तव में आप ही विश्वासी। നമ്മുടെ ദൈവസഭയിലെ എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. कलीसिया के हर एक भक्तगणों के लिए मैं प्रभु को धन्यवाद करता हूं। കഷ്ടങ്ങളിൽ കൂടെ വേദനകളിൽ കൂടെ പലപ്പോഴും ബുദ്ധിമുട്ടിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയാലും हमें कई प्रकार की कठिन परीक्षाओं के बीच में गुजरते हुए समय ഹല്ലേലൂയ, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവരെ നിങ്ങൾ അന്യോന്യം ഓർക്കുന്നവരാണ്. आमीन, आपके साथ चलने वालों को आप आपस में याद करते हैं। ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് എല്ലാറ്റിനും പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ്. परमेश्वर हर एक बातों के लिए प्रतिफल देने वाला ഒന്നും മറന്നു കളയുവാൻ അവൻ ഹല്ലേലൂയ അവിശ്വസ്തതയുള്ള ദൈവമല്ല പ്രിയപ്പെട്ടവരെ. किसी भी व्यक्ति का किसी भी विषय के बारे में भूलने वाला अविश्वास परमेश्वर नहीं है, हमारा परमेश्वर। ആ കർത്താവിനെ അവര് നിർബന്ധിച്ചപ്പോൾ കർത്താവ് അവരോട് ചേർന്നവരുടെ ഭവനത്തിലേക്ക് പോയി. प्रभु को उन्होंने जबरदस्ती बोला तो प्रभु यीशु मसीह उनके साथ आमीन उनके घर पर गया। അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും അങ്ങേ ഇരുട്ടിന്റെ അനുഭവത്തില് उनके जीवन की काफी गंभीर अवस्था हो पर यीशु आके പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്ത അങ്ങേ അറ്റത്ത്, प्रार्थना के जवाब जहां नहीं है वहीं पर, ആശയില്ലാത്തതിന്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് आशाहीन का अवस्था हो पर യേശു കർത്താവ് അവരുടെ അടുക്കലേക്ക് കയറി ചെന്നു. यीशु मसीह उनके साथ चलकर गया। യേശു കർത്താവ് അവർക്ക് അപ്പം എടുത്ത് നുറുക്കി കൊടുത്തു. यीशु ने रोटी उठाकर तोड़कर उनको दे दिया। അവരുടെ കയ്യിലുണ്ടായിരുന്ന അല്പത്തെ കർത്താവ് അവിടുന്ന് വർദ്ധിപ്പിപ്പാനിടയായി തീർന്നു. उनके हाथ पर जो कुछ थोड़ा था उसको प्रभु ने आशीर्वाद करके दिए। അപ്പോൾ ഹല്ലേലൂയ, കർത്താവ് അവരുടെ കണ്ണു തുറന്ന് അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. हमें तभी यीशु ने आमीन, उनके हालेलुया। आंखें खोले और वे लोग यीशु को पहचान लिया। അതുവരെ യെരൂശലേമിൽ നിന്ന് അവർ എമ്മൂസ് വരെ അവർ കടന്നു വന്നത് യേശുവിനെ തിരിച്ചറിയാതെയായിരുന്നു. तब तक यीशु के साथ उन्होंने चला था लेकिन उन्होंने यीशु को पहचाना नहीं ഒത്തിരി തർക്കങ്ങളും വാദങ്ങളും കൂടെ അവർ നടന്ന് യാത്ര ചെയ്തു. था। आपस में काफी वाद विवाद उन्होंने आपस में किया। എന്നാൽ അപ്പോൾ
അപ്പോഴെല്ലാം യേശു കൂടെയുണ്ടായിരുന്നു. तब हर वक्त यीशु उनके साथ था. എന്നാൽ യേശുവിനെ അവർക്ക് മനസ്സിലായില്ല എങ്കിലും ഏറ്റവും അവസാനത്തിൽ കർത്താവ് ഹല്ലേലൂയ തന്നെ അവർക്ക് വെളിപ്പെടുത്തുവാനിടയായി. आमीन. तब तक उन्हें यीशु को नहीं पहचाना, लेकिन आखिरी में यीशु अपने आप उनके सामने प्रकटित हुआ. യേശുവിനെ മനസ്സിലാക്കിയവർ പിന്നെ ഒരു നിമിഷം പോലും അവരാ ഇരുട്ടിൽ പാർത്തില്ലെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. वहीं पर हम लोग ये बात देख रहे हैं, यीशु को जब उन्होंने पहचाना, एक क्षण उन्होंने आगे वहीं पर नहीं रुका. ആ നാഴികയിൽ തന്നെ, ആ രാത്രിയിൽ തന്നെ അവര് തിരിച്ച് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. उसी क्षण, उसी हालेलुया. वक्त, उसी दिन उन्होंने वहीं से उठकर अपने घर पर शांति का भवन में यरूशलेम में उन्होंने പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമുക്ക് വരും ദിവസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ കർത്താവ് നമ്മുടെ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ നിരാശ മാറി ഹല്ലേലൂയ സമാധാനത്തിലേക്ക് പ്രവേശിപ്പാനിടയായി തീരും. आमेन. प्रिय भाइयों बहनों, जिस दिन जिस वक्त प्रभु की कार्य अपने जीवन में आमेन होगा, उसी क्षण हम उठने के लिए तैयार होगा. तो यीशु अपने जीवन में साथ आगे बढ़ने के लिए तैयार. അവര് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് എത്തപ്പെടുവാനിടയായി തീർന്നു. आमेन. वे लोग वापस यरूशलेम में चेलों के पास लौट आया. അവർ യേശുവിനെ കണ്ട കാര്യം ഹല്ലേലൂയ അവരോട് സംസാരിപ്പാനിടയായി തീർന്നു. वे लोग यीशु को देखा, उन बातें आमेन आपस में आमेन चेलों को बोलने लगा. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു. यिर्मयाह 10 की 17वां वचनों में हम लोग इस प्रकार पढ़े. നിരോധനത്തിൽ ഇരിക്കുന്നവളെ നീ നിലത്ത് നിന്ന് എഴുന്നേൽക്കുക, നിന്റെ ഭാണ്ഡം എടുക്കുക. आमेन. उस आमेन आमेन. वहां 10 का 17वां वचन में इस प्रकार पढ़ते हैं, घेरे हुए नगर की रहने वाली, अपनी गठरी भूमि पर से उठ. നിന്റെ ഭാണ്ഡം എടുക്കുക. आमेन. अपनी आमेन भांड को उठा ले. ഭാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? आमेन. भांड भो में बोलेगा तो क्या है? ഭാണ്ഡം എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. हमें इब्रानी भाषा में उसके लिए 2 शब्द वहां पर इस्तेमाल किया गया है. കേലീം എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതിന് പാത്രം എന്നാണ് അർത്ഥം. हमें खेलीम जो शब्द इस्तेमाल किया है, उसका अर्थ जो है अपनी बर्तन है. ആ കെനാഹ് എന്ന് പറയുന്ന വേറൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. केनाह जो है दूसरा शब्द है. അതെന്ന് പറയുന്നത് നമ്മുടെ വസ്തുക്കള്, നമ്മുടെ ഭാണ്ഡത്തിനകത്ത് കെട്ടിയിരിക്കുന്ന നമ്മുടേതാകുന്ന വസ്തുക്കൾ. उस बर्तनों के अंदर जो सजा हुआ हमारे जो वस्तु है. ഇവിടെ പറയുന്നു, ഇസ്രായേലിനോട് പറയുന്നു, നിന്നെ ഞാൻ നിരോധിച്ചു വെച്ചിരുന്നു, എന്നാൽ നീ ഇപ്പോൾ എഴുന്നേൽക്കുക. आमेन. परमेश्वर इस्राएलियों को यहाँ पर यही कहते हैं, मैं अभी तक तुझे विरोध किया था, लेकिन अब तुम उठ खड़े हो जा. എന്റേതാകുന്ന ഹല്ലേലൂയ മുഖം ഞാൻ നിനക്ക് പലപ്പോഴും മറച്ചു വെച്ചു, എന്നാൽ നിനക്ക് ഹല്ലേലൂയ മുഖം ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. अभी तक मेरे मुंह तेरे सामने मैंने रोक रखा था, लेकिन अब मेरे मुंह तेरे सामने मैंने प्रकट कर चुका. ഇനി നീ ഒന്ന് എഴുന്നേൽക്കുക. अब तुम खड़े हो जाए. ഒരു പക്ഷെങ്കിൽ ഹല്ലേലൂയ വേദന കൊണ്ട് നാം ഒരു പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ എഴുന്നേൽപ്പാൻ കഴിയാതവണ്ണം ഇരുന്നവരായിരിക്കാം. शायद हो सकता है काफी दर्द के कारण आपको उड़ नहीं पाए, आपने बैठे हुए अवस्था था. പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നും സാക്ഷ്യം പറയണമെന്നും ആരാധിക്കണമെന്നും ഒക്കെ ചിന്തിച്ചവരാണ്. कई बार प्रार्थना करने के लिए, गवाही बोलने के लिए आपने सोचे थे, എന്നാൽ നമുക്ക് എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. पर आपको उड़ नहीं पा रहा था. ഒത്തിരി ഹല്ലേലൂയ അനുഭവങ്ങൾ പ്രാപിച്ചവരാണ്, എന്നാൽ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. कई अनुभव पाया हुआ व्यक्ति था, लेकिन प्रभु के सामने खड़ा हो नहीं पा रहे थे. എന്നാൽ അങ്ങനെയുള്ളവരോട് പറയുന്നു, നീ നിലത്തുനിന്ന് എഴുന്നേൽക്കുക. लेकिन आज हमसे कहता है, आज आमीन अपनी जगहों को छोड़कर हम उठ जाए. നിന്റെ ഭാണ്ഡം ഒന്ന് എടുക്കുക. आप अपने बर्तनों को उठा ले. ഈ ഭാണ്ഡത്തിനകത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ? हम इस बर्तनों के अंदर क्या है प्रिय भाई बहनों? ഹല്ലേലൂയ, ഇത്രയും നാളും പ്രാപിച്ചെടുത്തതാകുന്ന അനുഭവങ്ങളുടേതാകുന്ന ഒരു സാക്ഷ്യമാണ് അതിനകത്തുള്ളത്. आमीन. अभी तक हमें सजाया हुआ अनुभव का जो गवाहियों को भरा हुआ है. ഇത്രയും നാളും യഹോവയാകുന്ന ദൈവം എനിക്ക് മുഖം മറച്ച് കളഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തതാകുന്ന വെളിപ്പാടിന്റേതാകുന്ന സാക്ഷ്യങ്ങളാകുന്ന അതിനകത്തുള്ളത്. आमीन. प्रभु ने मुझे हालेलुया. अपने मुंह को रोका हुआ अभी तक जो प्रभु से पाए हुआ सारे दर्शन की भंडार है. ഇത്രയും നാളും ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്തതാകുന്ന ഹല്ലേലൂയ വചനത്തിന്റേതാകുന്ന അറിവുകളാകുന്ന അതിനകത്തുള്ളത്. अभी तक मैंने पाए हुए वचन का ज्ञान है.
ഇത്രയും നാൾ കർത്താവ് എനിക്ക് തന്നതാകുന്ന അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങളാകുന്നു അതിനകത്തുള്ളത്. हमें मुझे प्रभु ने अभी तक जो दिए हुए अनुभवों की गवाहियों का भंडार है. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്നു, നിന്റെ ഭാണ്ഡത്തെ എടുത്തുകൊണ്ട് നീ ഒന്ന് എഴുന്നേൽക്കുക. प्रभु ने आज कहता है कि तुम अपने भंडार को उठाकर खड़े हो जाए. ശിഷ്യന്മാർ പ്രാപിച്ചതാകുന്ന ഹല്ലേലൂയ സാക്ഷ്യങ്ങളെ അവർ മറ്റുള്ളവരുടെ അടുത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ हमें चेले लोग पाए हुए जो गवाहियों को सामने वालों को जैसे जिस प्रकार बोला, കഴിഞ്ഞു പോയതാകുന്ന ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പൊതിഞ്ഞു കെട്ടി വെക്കുവാനല്ല ഹല്ലേലൂയ കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ അത് എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു വെക്കുവാൻ കർത്താവ് പറയുന്നു. अभी तक जो पाए हुए सारे गवाहियों को छिपा कर रखने के लिए नहीं, परंतु उसको खोलकर सामने वालों को शेयर करने के लिए हमको बता. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പറയുവാനുള്ള കാര്യമെന്ന് പറയുന്നത്, इसलिए मुझे सुनने वाला हर एक प्यारों से मैं कहना यही चाहती हूँ. നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്നതാകുന്ന അറിവുകൾ വെച്ച്, आमीन. आपको दिया हुआ ज्ञान के अनुसार, നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന അനുഭവങ്ങൾ വെച്ച്, आपको दिया हुआ अनुभव के साथ, നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ജ്ഞാനം വെച്ചുകൊണ്ട് തന്നെ आपको दिया हुआ ज्ञान को लेकर അതിനെ മൂടിക്കളയാതെ വണ്ണം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കുവാനുള്ളതാകുന്ന സമയമാകുന്നു. आमीन. उस बर्तनों को ठापने ना बिना कि प्रभु का सन्निधि में खड़ा होने के लिए, ഹല്ലേലൂയ, നാം ഇപ്പോൾ ഇരുട്ടിന്റെ അനുഭവത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. उस अंधकारों से उजालों पर हम लोग आ चुके हैं. എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു. आप उठ खड़े हो जाइए, आपके उजाला आ चुके हैं. നിങ്ങളുടെ സാക്ഷ്യത്തിന്റെ ഭാണ്ഡവുമായിട്ട് ഹല്ലേലൂയ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുക. आपकी गवाही के भंडारों को लेकर प्रभु ने जहाँ कहाँ जिनके पास भेजता है वहीं पर आप जा सकते हैं. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണ രീതിയിൽ ചെയ്തെടുക്കുക. प्रभु ने जो दिए हुए जिम्मेदारियों को परिपूर्ण रीति से पूरा करे. ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ ആയിരിക്കുക. प्रभु ने हमें जो जहाँ ठहरा वहीं पर विश्वास योग्यता के साथ बने रहे. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ इन അനുഗ്രഹിക്കുമാറാകട്ടെ. वचनों के द्वारा प्रभु परमेश्वर हम सबों का आशीर्वाद करे. ആമേൻ. प्रभु का सन्निधियों पर सुना हुए वचनों को याद करते हुए प्रभु का सन्निधि प्रार्थना में जाए, अपनी आंखों को बंद करे. प्रभु महान है. आमीन. वो अत्यंत